സഖാവ് പുഷ്പൻ യാത്രയായി. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ എണ്ണം 30 കൊല്ലത്തിനു ശേഷം ഇതോടെ 6 ആവുകയാണ്. സഖാവ് പുഷ്പന് ആദരവ് അർപ്പിക്കാൻ CPMന്റെ ഉന്നതരായ നേതാക്കൾ തന്നെ എത്തി. സഖാവ് പുഷ്പന് വെടിയേറ്റത് 1994 നവംബർ 25-ന് കൂത്തുപറമ്പിൽ നിന്നായിരുന്നു. ഇന്നത്തെ CPMന്റെ നേതാവ് MV നികേഷ് കുമാറിന്റെ പിതാവ് MV രാഘവനാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനും കൂട്ടമരണങ്ങൾക്കും കാരണക്കാരൻ. വിഷയം പരിയാരം മെഡിക്കൽ കോളേജ് പണി തടയാനും മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കാനും. സ്വാശ്രയ കോളേജുകൾക്കെതിരെ നടത്തിയ സമരം അന്നത്തെ സഹകരണ മന്ത്രി MV രാഘവനെതിരെ തിരിയുന്നത് പരിയാരത്ത് സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോഴാണ്. പരിയാരത്ത് വളർന്നു നിൽക്കുന്ന കാട്ടുപുല്ലുകൾ നശിക്കുമെന്നും പുല്ല് നശിച്ചാൽ തൊഴിലാളികൾക്ക് വീട് മേയാൻ പുല്ല് കിട്ടില്ലെന്നുമായിരുന്നു CPM പരിയാരം മെഡിക്കൽ കോളേജ് തടയാൻ ഉന്നയിച്ച ഒരു കാരണം. കൂത്തുപറമ്പിൽ MV രാഘവൻ വന്നപ്പോൾ തടയുകയായിരുന്നു. രാഘവനോട് കൂത്തുപറമ്പിൽ പോകരുത് എന്നും സംഘർഷമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും MV രാഘവൻ വാശിക്ക് പോയി. പിന്നിൽ വെടിവെപ്പും. അങ്ങനെ 5 യുവാക്കൾ അന്ന് തന്നെ മരിച്ചപ്പോൾ വെടിയേറ്റ പുഷ്പൻ ഇപ്പോൾ 30 കൊല്ലത്തിന് ശേഷം യാത്രയാവുകയാണ്. പുഷ്പന്റെ സംസ്കാര ചടങ്ങിൽ മാധ്യമങ്ങളും CPM പ്രവർത്തകരും തിരഞ്ഞ ഒരാളുണ്ടായിരുന്നു, നികേഷ് കുമാർ. നികേഷ് കുമാറിന്റെ പിതാവ് മൂലമുണ്ടായ മഹാദുരന്തവും കൂട്ടമരണവും അത്രയ്ക്കും മറക്കാൻ CPM അണികൾ ഇനിയും തയ്യാറല്ല. KK രാജീവൻ, KK ബാബു, മധു KV, റോഷൻ, ഷിബുലാൽ എന്നിവർ, പുഷ്പൻ എന്നിവരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ഏറ്റവും ഒടുവിലെ കണക്കുകൾ. കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തലശ്ശേരി, കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിലും മാഹിയിലും ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ ഓടുന്നുണ്ട്, പക്ഷേ നഗരത്തിൽ ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും ഒഴികെ മറ്റ് കടകളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. DYFIയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിൽ മൗനജാഥയും നടന്നു. രാവിലെ 11 മണിയോടെ തലശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ മൃതദേഹം എത്തിച്ചിരുന്നു. രാവിലെ മുതലേ അന്ത്യോപചാരം അർപ്പിക്കാൻ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. MPമാരായ ശിവദാസൻ, P സന്തോഷ് കുമാർ, AM റഹീം, നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, നേതാക്കളായ EP ജയരാജൻ, MV ജയരാജൻ, P ജയരാജൻ എന്നിവർ അടക്കമുള്ള 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. തലശ്ശേരി നഗരസഭ ടൗൺ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം കതിരൂർ വഴി കൂത്തുപറമ്പിലും തുടർന്ന് പാനൂർ വഴി മേക്കുന്ന് ചൊക്ലി രാമവിലാസം ഹൈസ്കൂളിൽ വൈകിട്ട് പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. 30 വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 അന്ത്യം. ഓഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി, എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ 1994 നവംബർ 25-ന് നടന്ന DYFI സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു. CPM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മേനപ്രത്തെ വീട്ടിൽ എത്തിയിരുന്നു. ബാലസംഘത്തിലൂടെയാണ് പുഷ്പൻ ഇടത് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. നോർത്ത് മേനപ്രം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി. ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബാംഗ്ലൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബാംഗ്ലൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത്.